أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا صدق الله مولانا الكريم. ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങൾ, ഈ പുണ്യമായ സന്തോഷത്തിൻ്റെ വേളയിൽ ഒരു മാസക്കാലം നീണ്ടുനിന്ന നോമ്പിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഈ സന്തോഷത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതും നാം ചെയ്യുന്ന ഇബാദത്തുകളൊക്കെയും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഒത്തുകൂടിയ സന്തോഷവും ഈ ആഹ്ലാദവും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മുഅ്മിനുകൾക്കും പരിസരത്ത് താമസിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്കൊക്കെയും കണ്ണാടി പാത്തിക്കൽ മഹല്ല് ജമാഅത്തിൻ്റെ പേരിലുള്ള ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അള്ളാഹു അവർക്കും നമുക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളെ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതം എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ആ നിലയിൽ അല്ലാഹു തആല ഭൂമിയിലേക്ക് മനുഷ്യരായ നമ്മളെ നിയോഗിച്ചപ്പോൾ ആകാശലോകത്തെ മലക്കുകൾ പറഞ്ഞ വിഷയം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നാട്ടിൽ കലാപമുണ്ടാക്കുകയും ജീവിതം ദുസ്സഹമാക്കുകയും രക്തച്ചൊരിച്ചിലുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞത്, പരിശുദ്ധ മലക്കുകൾ പറഞ്ഞത് ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്ന് അതേപോലെ തന്നെ ഭൂമി ലോകത്ത് മനുഷ്യൻ പരസ്പരം ശത്രുക്കളായി മറ്റുള്ളവരെ വേട്ടയാടാനും കൊല്ലാനും സ്വൈര ജീവിതം നശിപ്പിക്കാനും രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനും ഭരണകൂടങ്ങളെ അവമതിക്കാനും അതേപോലെ ഭരണകൂട ഭീകരതകൾ വ്യാപകമാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അദ്ദുനിയാ ജീഫ, ഈ ദുനിയാവെന്ന് പറയുന്നത് ഒരു ശവമാണ്. വത്വാലിബുഹാ കിലാബ്, അത് തേടി നടക്കുന്നവൻ, അത് അന്വേഷിക്കുന്നവൻ പട്ടികളെ പോലെയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഈ ലോകം നശ്വരമാണെന്ന് മാത്രമല്ല, ഈ ലോകം ശാപമാണ്. എവിടെയും പ്രശ്നങ്ങളാണ്. സ്വൈര ജീവിതം തകർക്കാനും മനുഷ്യന്റെ അവകാശങ്ങളും മനുഷ്യന്റെ വ്യക്തിത്വവും അവമതിക്കപ്പെടുകയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഒരു കവി പറഞ്ഞതുപോലെ, എന്താണ് ഈ ജീവിതം? വശ്യതമായൊരു സുന്ദരമായ വളക്കിലിക്കം, സംഗീത തുന്തിരം നൈരീഷികോജ്ജലം, പിന്നെയോ ശൂന്യം പരമശൂന്യം, എന്തിലും മീതയായി മർത്യാനി നിൽക്കുന്നത് എന്തിന് നീയത്ര നിസ്സഹായൻ, ജീവിതധ്യായം ഒരിത്തിരി മാറ്റുവാനാവാത്ത നീയോ ഹാ സർവഭൗമൻ എന്ന് കവി ചോദിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ അധ്യായത്തിൽ ഒരു മാറ്റം വരുത്താനോ ഒരല്പമെങ്കിലും ഒന്ന് മാറ്റിത്തിരുത്താനോ കഴിയാത്ത വിധം അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക്, സൃഷ്ടാവായ പടച്ച തമ്പുരാന്റെ തീരുമാനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല നമ്മളെ ലോകത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത് ഈ ലോകത്ത് ജീവിച്ചു മരിക്കാൻ വേണ്ടിയിട്ടാണ്. ലതുബുലവുന്ന ഫീ അംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളെ തീർച്ചയായും നിങ്ങളുടെ മുതലുകളിലും നിങ്ങളുടെ സന്താനങ്ങളിലുമൊക്കെ അള്ളാഹു തആല നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ജൂതന്മാരിൽ നിന്നും യഹൂദികളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അതേപോലെ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന സൃഷ്ടാവായ ദൈവത്തെ ഉപേക്ഷിച്ച് അവനവനുണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കുന്ന ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അതൻ കസീറ, ഒരുപാട് പ്രയാസങ്ങള്, ഒരുപാട് ഉപദ്രവങ്ങള്, ഒരുപാട് പീഡനങ്ങള് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോഴൊക്കെയും അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ സഹിക്കുക, നിങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അതാണ് വിവേകശാലി, അവനാണ് തന്റേടി, അതാണ് തന്റെ ഇടത്തിന്റെ അടയാളം പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമിക്കേണ്ടവരാണ്, നമ്മൾ സഹിക്കാമെന്നവർ തന്നെയാണ്. നമുക്ക് ഈ ദുനിയാവ് സുഖിക്കാനുള്ളതല്ല, ഈ ലോകം സുഖിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരുക്കി വെച്ചതുമല്ല.
ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന മനുഷ്യന്മാര് മുഴുവൻ പ്രശ്നങ്ങളിലാണ്. നമ്മൾ മാത്രമല്ല പ്രശ്നങ്ങളിലുള്ളത്. സാമ്പത്തികമായ പരാധീനതകള്, അതേപോലെ ശാരീരികമായ പ്രശ്നങ്ങള്, മാരകമായ രോഗങ്ങള്, ഭരണകൂടത്തിന്റെ ഭീകരതകള്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്ത് മനുഷ്യനിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതിന്റെ ഫലമാണ് ഏറ്റവും അധികം വിദ്യാഭ്യാസമുണ്ടെന്ന് പറയപ്പെടുന്ന, നാഗരികതയിലും പരിഷ്കാരത്തിലും ഭൗതികതയിലും ഉയർന്നു നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ, ജനസംഖ്യയിൽ വളരെ കുറഞ്ഞ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തത് 10,779 പേരാണ്. ആത്മഹത്യ ചെയ്തതല്ല, ആത്മഹത്യ ചെയ്തതിൽ മരിച്ചത്. അതിന്റെ എത്രയോ 100 ഇരട്ടി ആത്മഹത്യാശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏതായാലും ഈ 2025 മൂന്നാമത്തെ മാസമാണ് ഇപ്പൊ ആയിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാസം 15 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 2025 75 ദിവസങ്ങൾക്കിടയിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് 1785 പേരാണ് ആത്മഹത്യയിൽ മരിച്ചത്. ഇത് മരിച്ചവരുടെ കണക്കാണ്. ഒരു ദിവസം 600 ആള് കേരളത്തിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ 30 ആളെ മരിക്കുന്നുള്ളൂ. 570 പേർക്കും ചാവാൻ പോലും അറിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ കേരളം. എന്താണ് ഇതിന് കാരണം? എന്താണ് ആളുകൾ ആത്മഹത്യയിലേക്ക് പായുന്നത്? ഇതിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ശതമാനം 1.5% മാത്രമാണ്. 92% ഹിന്ദുക്കളാണ്. 6.5% ക്രിസ്ത്യാനികളാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇവിടെ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ ആത്മഹത്യ ചെയ്യുന്നത് എന്നത് വളരെ പഠനാർഹമായ ഒരുപാട് വിലയിരുത്തലുകൾ നടന്നിട്ടുണ്ട്. അതിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്നവരിൽ 20 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുമ്പോ 80 പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം. 20 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുമ്പോ 80 പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നു. കാരണം ആണുങ്ങളാണ് ഇവിടെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട് ജീവിത നൈരാശ്യം ബാധിച്ചിരിക്കുന്നത് പുരുഷന്മാരെയാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ കൂടുതലും വിവാഹിതരാണ്. വിവാഹിതരായ ചെറുപ്പക്കാരാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത്. കണ്ടില്ലേ, ഭാര്യയുടെ വൃക്ക വിറ്റിട്ട് കിട്ടിയ പൈസയും വാങ്ങിയിട്ട്, ഭർത്താവിന്റെ വൃക്ക വിറ്റിട്ട് കിട്ടിയ പൈസയും വാങ്ങിയിട്ട് ഭാര്യ കാമുകനോട് കൂടെ പോയ കേരളമാണ് നമ്മുടെ കേരളം, പ്രബുദ്ധ കേരളം. ഭർത്താവിന്റെ വൃക്ക വിറ്റിട്ട് കിട്ടിയ പൈസ അത് വാങ്ങിയിട്ട് കാമുകനോട് കൂടെ ഒളിച്ചോടിയ സ്ത്രീകളുള്ള നാടാണ് നമ്മുടെ കേരളം. ഇതുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ പറ്റി യഥാർത്ഥ കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കേണ്ടത്. പരിശുദ്ധ റമദാനിലെ ഒരു മാസക്കാലത്ത് നമ്മുടെ ജീവിതത്തിന്റെ സബരിയുടെ തപസ്യയുടെ ഏറ്റവും വലിയ അടയാളം തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ തറക്തു ബഅദി ഫിത്നതൻ ഹി അദറു അലൽ റിജാലി മിനൻ നിസാ. സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് ഉപദ്രവകരമാകുന്ന ഒരു വിഷയവും അല്ലാഹു തആല ഭൂമി ലോകത്ത് ഉപേക്ഷിച്ചിട്ടില്ല. ആ നിലയിൽ സ്ത്രീകൾ അതപ്പതിച്ചു പോകുകയും വെറും ചൂഷണം മാത്രമായി, ഒരു ATM പോലെ ഭർത്താവിൽ നിന്ന് ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗമായി ദൂർത്തെടുത്ത് ജീവിക്കുന്ന, പെരുന്നാളായാലും റമദാനായാലും അല്ലാഹുവിനെ ഓർക്കാനോ ദിക്ർ ചെയ്യാനോ നിസ്കരിക്കാനോ തയ്യാറല്ലാത്ത ഒരു വിഭാഗമായി നമ്മുടെ സമുദായം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി വിവാഹം വലിയ വലിയ ആശയോടുകൂടെ വിവാഹിതരാകുന്ന പുരുഷന്മാർ വിവാഹം കഴിയുന്നതോടുകൂടെ നിരാശരായി മാറുകയാണ്. ലോകത്തെ എണ്ണപ്പെട്ട മനഃശാസ്ത്രജ്ഞനായ ഡേവിഡ് എച്ച് മിലാൻ പറഞ്ഞത്, തരണം ചെയ്യാൻ കഴിയാത്ത പ്രശ്നമാണ്, ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയാണ് ജീവിതത്തിലെ നിരാശ എന്ന് പറയുന്നത്. ആശകൾ മുഴുവൻ നിരാശയായ ഒരു സമൂഹത്തിനാണ്, അവരെ ഒരുക്കാനാണ്, അവരെ മെരിക്കാനാണ്, ആ നിരാശകളെ തരണം ചെയ്യാനുള്ള ശക്തി സംഭരിക്കാനാണ് നമ്മൾ ഒരു മാസക്കാലം നോമ്പ് നോറ്റത്, രാത്രി ഉറക്കമൊഴിച്ച് നിസ്കരിച്ചത്, കയ്യിലുള്ള സമ്പത്ത് ദാനം ചെയ്തത്, സ്വതക്ക ചെയ്തത്. ഇല്ലാതിരുന്നിട്ടും ഉണ്ടായിട്ടല്ല ഈ കൊടുത്തത് എന്നെനിക്കറിയാം. കേരളത്തിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഈ റമദാനിൽ പിരിവ് നടക്കാത്തൊരു പള്ളിയുണ്ടെങ്കിൽ, പിരിവിനെ പറ്റി പറയാത്തൊരു ഖത്തീബുണ്ടെങ്കിൽ അത് ഞാനാണ്. കാരണം എൻ്റെ ആളുകളുടെ വിഷമം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. പിരിവിന് നിർദ്ദേശം വരാഞ്ഞിട്ടല്ല.
സമസ്തയുടെ എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും പിരിവ് ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത ഞങ്ങളുടെ റേഞ്ച് കമ്മിറ്റിയിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ദിവസം തന്നെ 2-3 മെസ്സേജ് വരാറുണ്ട് സെക്രട്ടറിയുടെ. ഞാൻ ഒരു പിരിവും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ വേദനയും നിങ്ങളുടെ പ്രയാസവും ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക മാന്ദ്യവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പാത്രം തുറന്നാൽ എനിക്കറിയാം. ഓരോ വീട്ടിലെ പാത്രത്തിന്റെ നിലവാരം കണ്ടാൽ എനിക്കറിയാം എത്രത്തോളം ആ വീട്ടുകാരി ഇന്ന് പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന്. അല്ലാഹു ഈ പ്രയാസം നമുക്ക് മാറ്റി തരുമാറാവട്ടെ. പക്ഷെ നമ്മൾ നിരാശപ്പെടരുത്. നമ്മുടെ ജീവിതം നിരാശപ്പെടാൻ വേണ്ടി പടയ്ക്കപ്പെട്ട ഒരു ജീവിതമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. വലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അള്ളാഹു നമ്മളോട് പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയരുത്. അതിന്റെ പേരിൽ ആത്മഹത്യയിലേക്ക് പോകരുത്. ലാ യതമന്ന അഹദുകുമുൽ മൗത ഇമ്മാ മുസ്ലിൻ ഫലഅല്ലഹു യസ്ദാദു. അവൻ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ പേരിൽ ഒരാളും ആത്മഹത്യയെ പറ്റി ചിന്തിക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നു. അവനൊരു പക്ഷെ നല്ലവനായിരിക്കാം, നിസ്കാരമുള്ളവനായിരിക്കാം, നോമ്പ് നോറ്റവനായിരിക്കാം. അവൻ ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരുന്നാൽ അത്രയും അവന്റെ സൽക്കർമ്മങ്ങൾ അധികരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെന്തിനാണ് അവൻ മരിക്കുന്നത്? അവൻ പാപിയാണ്, മദ്യപാനിയാണ്, നിസ്കരിക്കാത്തവനാണ്, സമ്മാടിയാണ് എന്നിരിക്കട്ടെ, എന്നാലും ആത്മഹത്യ ചെയ്യരുത്. അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, അവൻ ഇനിയും കുറച്ചു കാലം ജീവിച്ചിരുന്നാൽ തെറ്റിൽ നിന്നൊക്കെ പാശ്ചാത്തപിച്ച് രോഗങ്ങൾ കൊണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുമ്പോ അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ട് അള്ളാഹുവിലേക്ക് തിരിയാനും നല്ലവനായി ജീവിച്ചു മരിക്കാനും അവൻ അവസരം കിട്ടിയേക്കാം. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ സഹിക്കുക. പരീക്ഷണങ്ങളെ നേരിടാൻ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനെ വിചാരിച്ച് അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നിങ്ങൾ സഹിക്കുക. നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക. എന്ന് അള്ളാഹു തആല നമ്മളോട് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോ ആർമാദിച്ച് ജീവിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ സുഖലോലുപന്മാരായി തിന്ന് കുടിച്ച് മതിച്ച് നാൽക്കാലികളെ പോലെ ജീവിക്കാൻ മാത്രം പഠിച്ചാൽ പോരെ. നമ്മള് വേദനകളെ സ്വീകരിക്കാനും നമ്മൾ പഠിക്കണം. ജീവിതത്തിന്റെ ഭാഗമാണ് വേദന, പ്രയാസം, സാമ്പത്തിക പ്രയാസം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊക്കെ നേടിയെടുക്കാനും അതൊക്കെ പരിഹരിക്കാനും അതൊക്കെ ശരിയായ അർത്ഥത്തിൽ ശരിയായ രൂപത്തിൽ അതിനെയൊക്കെ നേരിടാനും നമുക്ക് കഴിയണം. ഇന്ന് ലോകത്തിന്റെ മുഖമൂലകളിൽ ഇത്തരം പരീക്ഷണങ്ങളുടെ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് ലോകം കഴിഞ്ഞു പോകുന്നത്. ഫലസ്തീനിലെ ആ പിഞ്ചു മക്കളെ പറ്റി നമ്മളൊന്ന് ഓർക്കുക. അവിടെയുള്ള വിധവകളായ പെണ്ണുങ്ങളെ പറ്റി ആലോചിക്കുക. പ്രസവിക്കപ്പെട്ട 4-5 പ്രസവിച്ച ഉമ്മമാരുടെ എല്ലാ മക്കളും കൊല്ലപ്പെട്ടിട്ടും ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാൻ തയ്യാറില്ലാത്ത, മക്കൾ ഷഹീദായതിൽ അഭിമാനം പറയുന്ന ആ പെണ്ണിനെ പറ്റി നമ്മളൊന്ന് ഓർക്കുക. അതാണ് ഇസ്ലാം. ഇവിടെ എന്തൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും അതിനെ നേരിടാനും ആ നിലയിൽ തന്നെ അതിനെയൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറാവേണ്ടിയിരിക്കുന്നു. അതിനുള്ള പരീക്ഷണമാണ് ഒരു മാസക്കാലത്തെ നോമ്പിലൂടെ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ആത്മീയമായ ആ പുരോഗതി. അത് അതിനുള്ള മാർഗമാണ്. എന്തൊക്കെ വിഷമങ്ങള് നോക്കി നമ്മളിന്ന് പെരുന്നാൾ സന്തോഷത്തോടു കൂടെ സ്വതന്ത്രമായി ആഘോഷിക്കുമ്പോ നമ്മുടെ രാജ്യത്ത് തന്നെ പലർക്കും പെരുന്നാൾ ആഘോഷിക്കാൻ സർക്കാർ അനുമതിയില്ല. പള്ളികൾ പൂട്ടിയിടപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ജോലിക്കാർക്ക് ലീവ് നൽകാതെ, ഇറച്ചി വിൽക്കാനയക്കാതെ, മാംസം വിൽക്കാനയക്കാതെ, മീൻ വിൽക്കാനയക്കാതെ, പർദ്ദയിടാൻ അയക്കാതെ, തല മറയ്ക്കാൻ അനുവദിക്കാതെ, താടികൾ വളർത്താൻ അനുവദിക്കാതെ എന്തൊക്കെ പീഡനങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നവരാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ ദീർഘദർശനം ചെയ്തത്. ലോകത്തൊരു കാലം വരാൻ പോകുന്നുണ്ട്. അക്കാലഘട്ടത്തിലെ ഒരു സത്യവിശ്വാസി, ധാർമ്മിക സദാചാര മൂല്യങ്ങൾ പാലിച്ചു ജീവിക്കുന്നവൻ. അല്ലാതെ എന്ത് തെറ്റാ മുസ്ലിമീങ്ങൾ ചെയ്തത്? ഇപ്പൊ നമ്മുടെ സർക്കാർ പറയുന്നു മദ്യപിക്കരുത്, ലഹരി ഉപയോഗിക്കരുത് എന്ന്. സർക്കാർ ഇപ്പൊ പറയാൻ തുടങ്ങിയെങ്കിൽ ഞങ്ങൾ ജനിച്ചപ്പോ മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് മദ്യപിക്കരുത്, ലഹരി ഉപയോഗിക്കരുത് എന്ന്.
അന്ന് ഞങ്ങളെ പരിഹസിച്ചവരാണ് ഈ രാജ്യത്തെ സർക്കാർ, ഈ രാജ്യത്തെ ഭരണകൂടങ്ങള്, ഈ രാജ്യത്തുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരിൽ തിരിഞ്ഞവരാണ്. ഇപ്പൊ അവരാണ് മദ്യപിക്കരുത്, ലഹരി വിൽക്കരുത്, ലഹരി വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരണത്തിനിറങ്ങുന്നത്. നമ്മൾ ആലോചിക്കുക, നമ്മൾ എന്നോ പറയുന്നതാണിത്. നമ്മുടെ മക്കളെ അതിൽ നിന്ന് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. കുടിക്കാത്ത മുസ്ലിമീങ്ങളെ കുടിപ്പിക്കാനും ലഹരി ഉപയോഗിക്കാത്തവരെ ലഹരിക്ക് അടിമയാക്കാനും പരിശ്രമിച്ചവരാണ് ഈ രാജ്യത്തെ മതേതരത്വത്തിന്റെ പേര് പറയുന്ന, അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന്റെ പേര് പറയുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ എക്കാലത്തും കാട്ടിക്കൂട്ടിയത്. ഇവിടെയാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്, വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചാൽ, നിങ്ങൾ സഹിച്ചാൽ, അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ, ആ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും നല്ലവർ. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, സത്യവിശ്വാസവും ധാർമ്മിക സദാചാര മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നവനാണോ, ഉലൈകഹും ഖൈറുൽ ബരിയ, അവരാണ് ഭൂമി ലോകത്തെ ഏറ്റവും നല്ലവർ. അവരെക്കാളും നല്ലവർ ഭൂമി ലോകത്തില്ല. അതാണ് മുസ്ലിം ധാർമ്മിക സദാചാര മൂല്യങ്ങൾ. അത് ഉയർത്തിപ്പിടിക്കണം. നമ്മൾ അതിന്റെ വാക്താക്കൾ മാത്രമല്ല, അതിന്റെ പ്രയോക്താക്കളും അതിന്റെ പ്രചാരകരുമായി മാറാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് അള്ളാഹു നമ്മളെ സ്നേഹിക്കുക, അള്ളാഹു നമ്മളെ ഫ്രണ്ട്സുകളാക്കുക. അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്ത് നന്നായി ജീവിക്കുകയും ചെയ്ത, മൂല്യങ്ങൾ നിലനിർത്താൻ പരിശ്രമിച്ച സത്യവിശ്വാസികളായ ആളുകൾ അല്ലാഹു തആല അവരെ ഫ്രണ്ട്സുകളാക്കും, സുഹൃത്തുക്കളാക്കും, സ്നേഹിതന്മാരാക്കുമെന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. ആ ബുദ്ധാണ്, ആ സ്നേഹമാണ്, അള്ളാഹുവിന്റെ സ്നേഹമാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല. അള്ളാഹു നമ്മളെ സ്നേഹിക്കണം. ആ നിലയിൽ അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കാൻ കഴിയുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ ഇഷ്ടക്കാരെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.